2016 ഇന്ത്യയിലെ ജനസംഖ്യ 133 കോടിയാണ്. ഇവരിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിരുന്നത് വെറും 3% പേർ മാത്രം. ഇതേ 2016 4 ടെക്കുകൾ ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, അതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് രാജിവെച്ച്. അവരുടെ വളർച്ചയുടെ കഥയാണ് ഗ്രോ. മ്യൂച്വൽ ഫണ്ട് വാങ്ങാനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതായിരുന്നു ഗ്രോ. ലളിത് കേശ്രി, ഹർഷ് ജെയിൻ, നീരജ് സിംഗ്, ഇഷാൻ ബൻസാൽ എന്നിവരായിരുന്നു ആ 4 പേർ. സിമ്പിൾ ആയിരിക്കണം, അതേസമയം പവർഫുള്ളുമായിരിക്കണം. ഇതായിരുന്നു ഗ്രോയുടെ ആപ്തവാക്യം. ഓഹരി വിപണിയിലെ പുലികളെയല്ല, ഷെയർ മാർക്കറ്റ് രംഗത്തെ തുടക്കക്കാരെയാണ് ഗ്രോ നോട്ടമിട്ടത്. ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ എളുപ്പം, വലിയ ചാർജുകളില്ല. കോവിഡ് കാലം ഗ്രോയ്ക്ക് വീണ് കിട്ടിയ അവസരമായി. ലക്ഷക്കണക്കിന് പുതിയ ആളുകൾ ഓഹരി വിപണിയിലെത്തി. ഗ്രോ അവർക്ക് വഴികാട്ടിയായി. മൊബൈൽ ആപ്പിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഡിസൈൻ വലിയ പ്രചാരം നേടി. എല്ലാവരും ആത്മവിശ്വാസത്തോടെ സജസ്റ്റ് ചെയ്ത ബ്രാൻഡായി ഗ്രോ മാറി. സിറോദയും എപ്സ്റ്റോക്സും ഏഞ്ചൽ വണ്ണും ഒക്കെ അടക്കി ഭരിച്ചിരുന്ന ഷെയർ ബ്രോക്കിംഗ് രംഗത്ത് ഗ്രോയുടെ കുതിപ്പ് അതിവേഗത്തിലായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഷെയർ ബ്രോക്കറാണ് ഗ്രോ. യൂസർമാരുടെ എണ്ണം 1.5 കോടി. വിപണി മൂല്യം 65,000 കോടി രൂപ. സങ്കീർണമായ ഒരു ബിസിനസ് മേഖലയെ ഏറ്റവും ലളിതമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ഗ്രോ കാണിച്ചു തന്നത്. ആ ലാളിത്യമാണ് ഗ്രോയെ ക്ലിക്കാക്കിയത്.